equal to 2, x minus y equal to 1. അപ്പോൾ ആ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും ഉണ്ടാവുമ്പോഴാണ്, അതായത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുമ്പോഴാണ്. അപ്പോ ഈ ആദ്യത്തെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്ക് എക്സ് ഈക്വൽ ടു 3/2 y ഈക്വൽ ടു 1/2 എന്നെടുത്താൽ ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് കിട്ടും. എക്സിന് പകരം 3/2 എന്നും വൈക്ക് പകരം 1/2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസും സാറ്റിസ്ഫൈഡ് ആവും. ഇവിടെ എക്സ് ഈക്വൽ ടു 3/2 y ഈക്വൽ ടു 1/2 എന്ന് കൊടുത്താൽ 4/2 ഈക്വൽ ടു 2, 3/2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1. അപ്പോ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇക്വേഷൻസ്, ഒന്നോ അതിലധികമോ ഇക്വേഷൻസ് ഉള്ള സന്ദർഭത്തിൽ അതിനെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയും. ലീനിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. അപ്പൊ ജനറലി n അൺനോൺസിലുള്ള n വേരിയബിൾസിലുള്ള x1 x2 എക്സെട്ര xn അതാണ് അൺനോൺസ് അല്ലെങ്കിൽ വേരിയബിൾസ്. m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ജനറൽ ഫോം ഇതായിരിക്കും: a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈക്വൽ ടു h1. ഇതിലെ a11 a12 എക്സെട്ര a1n അതുപോലെ h1 ഇതെല്ലാം കോൺസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n xn ഈക്വൽ ടു h2 എക്സെട്ര am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര പ്ലസ് amn xn ഈക്വൽ ടു hn. ഈ എകളും എച്ചുകളും കോൺസ്റ്റന്റ് ആയിരിക്കും, അത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മുടെ ഡിസ്കഷനിൽ റിയൽ നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂസ് ഓഫ് x1 x2 എക്സെട്ര xn which satisfy simultaneously the m equation. ഈ m ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 എക്സെട്ര xnന്റെ വാല്യൂസിനെയാണ് സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയും. സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയും. കൺസിസ്റ്റന്റ് സിസ്റ്റത്തിന് ചിലപ്പോ എക്സാക്ട്ലി ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇനി ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്, കാരണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2ഉം 2x പ്ലസ് 2y ഈക്വൽ ടു 5ഉം ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും ഉണ്ടാവില്ല. കാരണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആണെങ്കിൽ തീർച്ചയായിട്ടും 2x പ്ലസ് 2y 4 ആയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയും. ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം ഇവിടെ എഴുതിയിട്ടുള്ള ഒന്നാമത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ള സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അതിന്റെ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു 3/2 y ഈക്വൽ ടു 1/2. അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അതേസമയം സപ്പോസ് നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2x പ്ലസ് 2y ഈക്വൽ ടു 4 എന്ന സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. പക്ഷെ ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ എക്സ് ഏതൊരു നമ്പർ എ ആയിട്ട് എടുക്കുക, എക്സ് ആസ് എനി നമ്പർ എ ആൻഡ് വൈ ആസ് 2 മൈനസ് എ. എക്സ് എ ആയിട്ടും വൈ 2 മൈനസ് എ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എ പ്ലസ് 2 മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. പിന്നെ 2x പ്ലസ് 2y അതായത് 2a പ്ലസ് 2a മൈനസ് 2a എന്ന് വരും. അപ്പൊ നമുക്ക് അത് എന്ത് എക്സ് ഈക്വൽ ടു എ എന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 2 മൈനസ് എ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഇതോ 2a പ്ലസ് 4 മൈനസ് 2a എന്ന് വരും. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 ഈക്വൽ ടു 4. അപ്പോൾ ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷെ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് എക്സ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ 0 2 എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. എ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും.
എക്ക് ഏത് വാല്യൂ കൊടുത്താലും നിങ്ങൾക്ക് എക്സും വൈയും കിട്ടും. അത് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്നും കിട്ടും. ഇനി എങ്ങനെ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊരു മെട്രിക്സിന്റെ പശ്ചാത്തലത്തിൽ ഇത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പൊതുവെ ചെയ്യില്ലേ, ഈ രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മെട്രിക്സിന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുക എന്നുള്ളതാണ് അർത്ഥം. ഏതെങ്കിലും ഒരു റോയെ എന്താ പറയാ മറ്റൊരു റോയിലെ എലമെന്റ്സ് കൊണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് കൊണ്ട് ആഡ് ചെയ്യുക എന്ന് പറയുന്ന എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് നടത്തി അപ്പൊ കുറെ കൂടി എളുപ്പമുള്ള ഒരു ഫോമിലേക്ക് എത്തി. ഇതിപ്പോ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ ടേംസ് ഒക്കെ സീറോ ആയി പോയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ തന്നിട്ടുള്ള ഈ ആദ്യം തന്നിട്ടുള്ള ഈ സിസ്റ്റത്തിനെ നമുക്ക് മെട്രിക്സിന്റെ ടേംസിൽ എഴുതാനായിട്ട് പറ്റും. എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്താണ് a11 x1 plus a12 x2 plus etc plus a1n xn equal to h1. അതുപോലെ a21 x1 plus a22 x2 plus etc plus a2n xn equal to h2. അപ്പൊ നേരത്തെ എഴുതിയ അതേ സിസ്റ്റത്തിനെ തന്നെ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുന്നതാണിത്. ഇത് ആദ്യത്തെ എ എന്ന് പറയുന്ന അതിനെ എ എന്ന് വിളിക്കുന്നു, കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഈ വേരിയബിൾസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺസ് അതിനെ എച്ച് എന്ന് വിളിക്കുന്നു, എക്സ് എന്ന് വിളിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള ഈ h1 h2 എക്സെട്ര hm-കളെ എച്ച് എന്ന് വിളിക്കുന്നു. അപ്പൊ മെട്രിക്സ് നൊട്ടേഷനിൽ നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കി ഇതിനെ ax ഈക്വൽ ടു h എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ആദ്യത്തെ സിസ്റ്റം ആണെങ്കിൽ അതിനെ മെട്രിക്സ് നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതാം 1 1 1 മൈനസ് 1 ഇൻറ്റു അവിടെ x1 x2 അല്ല എക്സും വൈയും ആണ്, അതുകൊണ്ട് xy ഈക്വൽ ടു 2 1 എന്ന് എഴുതാം മെട്രിക്സ് നൊട്ടേഷൻ. അപ്പോൾ ആദ്യം എഴുതിയത് എ, ഇതിനെ എക്സ് എന്ന് വിളിക്കാം, ഇതിനെ എച്ച് എന്ന് വിളിക്കാം. അതാണ് ജനറലി ഇവിടെ എഴുതിയത്. അപ്പൊ എ എന്ന് പറയുന്നതിനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 എക്സെട്ര xnന്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ കോളം മെട്രിക്സ് x1 x2 എക്സെട്ര xn. എച്ച് എന്ന് പറയുന്നത് h1 h2 എക്സെട്ര hm-ന്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ കോളം മെട്രിക്സ് h1 h2 എക്സെട്ര hm. നമ്മള് പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്നൊരു മെട്രിക്സ് എഴുതും. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ എ ഉണ്ടല്ലോ അതിന്റെ റൈറ്റ് സൈഡിൽ ഈ h1 h2 എക്സെട്ര hm കൂടി എഴുതി കിട്ടുന്ന മെട്രിക്സിനെയാണ് നാം ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈക്വലന്റ് ഫോമിലേക്ക് മാറ്റുന്നത്. ഈക്വലന്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് മാത്രം നടത്തി നമുക്ക് അതിന്റെ ഒരു റോ ഈക്വലന്റ് കാനോനിക്കൽ മെട്രിക്സ് കൺസിഡർ ചെയ്ത് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് എങ്ങനെയാന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഈ പറഞ്ഞ മാതൃകയിൽ കണ്ടുപിടിക്കും. ഇത് നമുക്ക് അല്ലാതെയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. നമ്മൾ ഈ മെത്തേഡ് എന്താണെന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ഈ ചെറിയൊരു എക്സാമ്പിൾ ഉപയോഗിക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ എ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 1 5 1 മൈനസ് 1 1. ഇനി നേരത്തെ ചെയ്ത അതേ കാനോനിക്കൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മൾ ഈ 1ന് താഴെയുള്ള ഇയാളെ 0 ആക്കാനായിട്ട് എന്ത് ഓപ്പറേഷൻ ആണ് അവിടെ ചെയ്തിട്ടുള്ളത്? അവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ R2 ഈസ് ചേഞ്ച്ഡ് ടു R2 മൈനസ് R1. അപ്പൊ നമുക്ക് ഇത് കിട്ടും. 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -4, -1 -1 എന്ന് പറഞ്ഞാൽ -2, 1 -1 0. ഇനി എന്താക്കും? ഈ -2നെ നമുക്ക് 1 ആക്കി മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് R2വിനെ നാം -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. R2 ഈസ് ചേഞ്ച്ഡ് ടു -1/2 R2.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നതിന് പകരം എഴുതിയിട്ടുള്ളതാണ്. എക്സും വൈയും ഒന്നും ഇല്ലാതെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ വെറുതെ എക്സും വൈയും ഒക്കെ എഴുതിണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് മെട്രിക്സ് നൊട്ടേഷൻ സ്വീകരിക്കുന്നതാണത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 1ന് മുകളിലുള്ള ആ 1ന്റെ കോളത്തിൽ വരുന്ന എല്ലാം 0 ആവണല്ലോ. അപ്പൊ R1 ഈസ് ചേഞ്ച്ഡ് ടു R1 മൈനസ് R2. അപ്പൊ നോക്കൂ, ഈ എഴുതിയതിന്റെ അർത്ഥം എന്താണ്? നോക്കൂ, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1ന് പകരം എഴുതുന്നതാണ് 1 1 5 1 മൈനസ് 1 1. അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും അവസാനം എഴുതിയതിന്റെ അർത്ഥം എന്താണ്? എക്സ് പ്ലസ് 0y ഈക്വൽ ടു 3, അതായത് എക്സ് ഈക്വൽ ടു 3. 0x പ്ലസ് 1y ഈക്വൽ ടു 2, അതായത് y ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്ത് സൊല്യൂഷൻ കിട്ടി? എക്സ് ഈക്വൽ ടു 3, y ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? നമ്മൾ അതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. ഇതൊരു ചെറിയ പ്രോബ്ലം ആയിരുന്നു. നമുക്ക് ഇനി ഈ പ്രോബ്ലം നോക്കാം. 3 ഇക്വേഷൻസ്. ഇതിന്റെ താഴെയുള്ളത് ഇതില്ല കേട്ടോ, അത് ഓൾറെഡി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു പോയതാണ്. ഇല്ല, ഈ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. വേരിയബിൾസ് എക്സും വൈയും സെഡും ആണ്. നമ്മൾ സോൾവ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെഡും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുന്നു. ഓഗ്മെന്റഡ് മെട്രിക്സ് 1 1 1 3, 2 minus 3 4 3, 1 1 2 4. ഇനി ഈ ആദ്യത്തെ 1ന് താഴെയുള്ള ആൾക്കാരെയൊക്കെ 0 ആക്കണം. അപ്പോ അവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് R2 is changed to R2 minus 2R1 and R3 is changed to R3 minus R1. ആ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു? ഇനി നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് 5 കൊണ്ട്, കോളം ഒന്നും അങ്ങനെ മാറ്റാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടത്താൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അടുത്തതിൽ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഫ്രാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും R2 ചേഞ്ചസ് ടു മൈനസ് 1/5 R2. അടുത്തത് ഇനി എന്ത് ചെയ്യണം? ഈ 1ന്റെ മുകളിലുള്ള ഇതിനെ 0 ആക്കണം. അപ്പൊ R1ന് ചേഞ്ച് വരുത്തണം. R1 എന്ത് ചേഞ്ച് വരുത്തണം? R1 ഈസ് ചേഞ്ച്ഡ് ടു R1 മൈനസ് R2. അത് ഇവിടെ 1 മൈനസ് മൈനസ് 2/5 എന്ന് പറഞ്ഞാൽ 7/5 വരും. 3 മൈനസ് 3/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/5 വരും. ഇനി എന്ത് വേണം? ആ ഇവിടുത്തെ 1 ഉണ്ടല്ലോ, അതിന്റെ മുകളിലുള്ള എല്ലാവരെയും 0 ആക്കണം. അപ്പൊ എന്ത് വേണം? R1 ഈസ് ചേഞ്ച്ഡ് ടു R1 മൈനസ് 7/5 R3. അതുപോലെ R2 ഈസ് ചേഞ്ച്ഡ് ടു R2 പ്ലസ് 2/5 R3. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്യാനായി. ഇവിടെ 0 ഒക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ 1, ഇവിടെ 0, ഇത് 0 ആയി. ഇതിനെ മൈനസ് 7/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറയ്ക്കണം. അപ്പൊ 5/5, അതായത് 1 എന്ന്. അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കണം? ഇതിനെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പൊ 3/5 പ്ലസ് 2/5 5/5, അതായത് 1. ഇതല്ല ഈ എലമെന്റ് 1. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താ? x plus 0y plus 0z equal to 1. 0x plus 1y plus 0z equal to 1. 0x plus 0y plus 1z equal to 1. ശരിക്കും പറഞ്ഞാൽ x equal to 1, y equal to 1, z equal to 1. Is that okay? Yes, sir. Now we consider another problem. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 1 1 2. നമുക്ക് വേറെ പേജ്
1 1 1 2. Then അടുത്ത എന്ത് വരും? 3 1 minus 2 1. 3 1 minus 2 1. 4 minus 3 minus 1 3. 4 3 1 3. 2 4 2 4. 2 4 2 4. This is equivalent to ഇവരോട് x1 x2 x3 x4 എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. സാരില്ല, നമ്മൾ ഏറ്റവും അവസാനമുള്ള അത് എഴുതുന്നുള്ളൂ. 1 1 1 2. ഇന്നലെ ചെയ്ത അതേ കാര്യം തന്നെ, റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം നമ്മൾ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റിയില്ലേ. സോ R2 ഈസ് ചേഞ്ച്ഡ് ടു R2 minus 3R1. 0 minus 2 minus 5 minus 5. R3 is changed to R3 minus 4R1. 0 minus 7. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഇല്ലേ? 1 2 1 2 അല്ലേ സ്റ്റാർട്ടിംഗ്? 1 2 1 1 2 1 2 അല്ലേ? യെസ് സർ. ഓ യെസ്. 1 2 1 2 1 2 1. അപ്പൊ അത് ഈ നമ്പറുകൾ വ്യത്യാസം വരും അല്ലേ? R2 is changed to R2 minus 3R1 ആണ്. മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 5 എന്നാണ് വരിക അല്ലേ? അതുപോലെ R3 is changed to R3 minus 4R1 ആവുമ്പോൾ minus 11. Then minus 5. This is minus 5. Is that okay? Yes sir. Then R4 is changed to R4 minus 2R1. Then what we do is R2 is changed to minus 1 by 5 R2. So 1 2 1 2 0 1 1 1 0 minus 11 minus 5 minus 5 0 0 0. ഇനി ഇതാ ഈ 1ന്റെ കോളത്തിലുള്ള എല്ലാവരെയും 0 ആക്കണം. So R1 is changed to R1 minus 2 R2. 0 1 1 1 വ്യത്യാസമൊന്നുമില്ല. 1 0 minus 1 0. Then R3 is changed to R3 plus 11 R2. 0 0 6 6. And this is already 0. And this is, let us change R3 to 1 by 6 R3. 1 0 minus 1 0 0 1 1 1 0 0 1 1 0 0 0 0. Then ഇവിടെ വന്നിട്ടുള്ള 1ന്റെ കോളത്തിൽ 0 ആക്കണം. അപ്പൊ നമുക്ക് R1 is changed to R1 plus R3. So 1 0 0 0. R2 is changed to R2 minus R3.
So 0, 1, 0, 0. And 0, 0, 1, 0, 0, 0. So what does that mean? It means that x equal to 0, y equal to 0, z equal to I'm sorry. What do you mistake with Ila? Yeah. First row 1001. Either row. Last final matrix first row. Okay. Yeah. രണ്ടും കൂടി ആഡ് ചെയ്യാണല്ലോ അല്ലേ വേണ്ടത്. ഇപ്പോഴും ശരിയാവുമോ? -1 നമ്മളിവിടെ x1 xyz എന്നല്ല x1 x2 x3 നമുക്ക് കിട്ടുള്ളത്. x3 1 ആണല്ലോ കാണുന്നത്. നമുക്ക് നോക്കാം ഇക്വേഷൻ ഏതാ. 1 അതെ x3 1 ആണ് വരേണ്ടത്. മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കാം. മെട്രിക്സ് എഴുതിയേക്കുന്നത് ശരിയാണല്ലോ അല്ലെ. 1 2 1 2 3 1 -2 3 3 1 -3 1 -2 1 ആണല്ലോ. അതെ 3 1 -2 1 4 -3 -1 3 4 -1 2 4 2 4. Okay. 1 2 1 2 0 -0 -11 5. Okay. 1 2 1 2 0 1 1. 1 0 -1 0. Sir. Ah. Sir, last മെട്രിക്സിനകത്ത് തേർഡ് ലൈനിൽ 0 0 1 1 എന്ന് തന്നെ. നമ്മള് മേളത്തെ മെട്രിക്സ് താഴെ വന്നപ്പോ 1 സാർ അറിയാതെ മാറി എഴുതി. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലെ. നമ്മൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നല്ലേ. ആ തേർഡ് റോ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ നിർത്തണ്ടേ. അതെ സാർ, അറിയാതെ എഴുതി. Now so x1 will be 1. നമുക്ക് ഇത് ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 0 0 0 0 ഒക്കെ കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടിയാൽ ഈ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അതൊരിക്കലും ചെയ്യില്ല എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത്തരം പ്രോബ്ലങ്ങളുടെ ഒരു ഗുണം. Then x2 will be equal to 0 and x3 will be equal to 1. So x1 1, x2 0, x3 1. അതാണ് സൊല്യൂഷൻ ആയിട്ട് കിട്ടുക. നമുക്കത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. x1 1, x2 0, x3 1 ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 4 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണ്ടോന്ന് അത് വളരെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവുന്നല്ലോ. പ്രത്യേകിച്ച് 1ഉം 0ഉം ഒക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നോക്കാവുന്നു. ഓക്കെ ഫൈൻ. സോ ദാറ്റ് ഈസ് ഹൗ വി ഡു ദാറ്റ്. ഇനി നമ്മൾ പറയുന്നത് ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്. ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ടാവണം എന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ. അപ്പൊ എപ്പോഴാണ് ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവുക, അതായത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുന്നതും കൺസിസ്റ്റന്റ് ആവാതിരിക്കുന്നതും എങ്ങനെ പരിശോധിക്കാം എന്നതുകൂടിയാണ് ഇനിയുള്ള കാര്യം പറയുന്നത്. അതായത് നമ്മൾ ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുമല്ലോ. ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടല്ലോ,
അതിന്റെ റാങ്കും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആണ് എങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. ആ റാങ്ക് സേ ആർ ആണ് എന്ന് കരുതുക. ഈ ആർ എന്ന നമ്പറും നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് വേരിയബിൾസ്, അതിനെ എൻ എന്ന് വിളിക്കുക. ആറും എന്നും ഈക്വൽ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആണ്, ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അഥവാ ആറ് ലെസ് ദാൻ എൻ ആണെങ്കിൽ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതാണ് തിയററ്റിക്കൽ ആസ്പെക്ട്. എന്താ പറയുന്നത്? എപ്പോഴാണ് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആവുന്നത്? അതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും അതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആകുമ്പോഴാണ്. ആ റാങ്കിനെ ആർ എന്ന് വിളിച്ചാൽ ഈ ആർ എന്ന റാങ്കും, അതായത് ആർ എന്ന നമ്പറും നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ടുള്ള എന്നും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആണ് ഉള്ളത് എന്ന് പറയാൻ പറ്റും. ആർ ലെസ് ദാൻ എൻ ആണെങ്കിൽ, ആർ ഒരിക്കലും ഗ്രേറ്റർ ദാൻ എൻ ആവില്ല. കാരണം ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എൻ അൺനോൺസ് ആണല്ലോ നമുക്ക് ഉള്ളത്, അതുകൊണ്ട് റാങ്ക് പരമാവധി എന്നെ ആവുള്ളൂ. അപ്പൊ ആർ ലെസ് ദാൻ എൻ ആണ് എങ്കിൽ ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും, എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കി വരുന്ന n മൈനസ് ആർ അൺനോൺസിന് ഇഷ്ടമുള്ള വാല്യൂസ്, ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്ത് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം, ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവും. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ റാങ്കും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടതില്ല. ഓഗ്മെന്റഡ് മെട്രിക്സും കോഎഫിഷ്യന്റ് മെട്രിക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവസാനത്തെ കോളത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓഗ്മെന്റഡ് മെട്രിക്സിൽ അവസാനത്തെ കോളം ഉണ്ടാവും, അത് ഒഴിവാക്കി ബാക്കിയുള്ളതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്തിട്ട് നമുക്കത് പറയാൻ പറ്റും, ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം, അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. ഓഗ്മെന്റഡ് മെട്രിക്സിലെ ആദ്യത്തെ റോ എന്ത് വരും? 1 2 -3 -4 6. 1 2 -3 -4 6. രണ്ടാമത്തെ റോ എന്ത് വരും? 1 3 1 -2 4. 1 3 1 -2 4. Then 2 5 -2 -5 10. 2 5 -2 -5 10. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ പൊതുവെ AH ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താണ്? ഈ അവസാനത്തെ റോ ഇല്ല എന്ന് വിചാരിച്ചാൽ, അവസാനത്തെ കോളം ഇല്ല എന്ന് വിചാരിച്ചാൽ മതി, അതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. അപ്പൊ രണ്ടിന്റെ റാങ്ക് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എഴുതാം. അവസാനം എഴുതി കിട്ടുന്ന കനോനിക്കൽ ഫോമില് അവസാനത്തെ കോളം ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എയുടെ കറസ്പോണ്ടിങ് കനോനിക്കൽ മെട്രിക്സ് കിട്ടും. മറ്റേത് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ കനോനിക്കൽ മെട്രിക്സ് ആയിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് രണ്ടിന്റെ റാങ്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പറയാനായിട്ട് പറ്റും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാം. 1 2. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റും. -4 6. R2 is changed to R2 minus R1. അപ്പോൾ 0 1 4 2 -2. ശരിയാണല്ലോ അല്ലേ? Yes, sir. R3, okay, thank you. R3 is changed to R3 minus 2 R1. 0 1 4 3 -2. Okay. Then this is ഇവിടെ ഓൾറെഡി 1 ആണ്. അപ്പൊ നമുക്ക് R1 ചേഞ്ച് ചെയ്യണം. R1 is changed to R1 minus 2 R2. എന്ത് വരും? 1 0 -11 -8 10.
R2 അങ്ങനെ തന്നെ 0 1 4 2 -2. R3 is changed to R3 minus R2. 0 0 0 1. അപ്പൊ നമുക്ക് എന്തായി? ഇവിടെ ഈ എലമെന്റ് 1 എന്ന് വന്നിട്ടുണ്ട്. കോളം ഒന്നും ഇന്റർചേഞ്ച് ചെയ്യരുതേ. എങ്ങനെ വരും നമുക്ക് നോക്കാം. R1 is changed to, ഈ 1ന്റെ കോളത്തിലുള്ള ആൾക്കാരെയാണ് 0 ആക്കേണ്ടത്. R1 is changed to R1 plus 8 R3. So 1 0 minus 11 0 10. R2 is changed to R2 minus 2 R3. 0 1 4 0 minus 2 0 0 1. I'm sorry, 0 0 0 1 0. Canonical form ആയി. അപ്പൊ ഈ canonical form നോക്കിക്കഴിഞ്ഞാൽ augmented matrixന്റെ റാങ്ക് ഓഫ് AH എന്ന് പറഞ്ഞാൽ augmented matrixൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത് 3 ആണ്. ഇനി കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് ഓഫ് A. അപ്പൊ എന്ത് വിചാരിക്കണം? ഈ അവസാനത്തെ കോളം ഇല്ല എന്ന് വിചാരിക്കണം. എന്നിട്ട് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അവസാനത്തെ കോളം ഇല്ല എന്ന് വിചാരിച്ചാലും നോൺ സീറോ റോസിന്റെ എണ്ണം 3 ആണ്. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്കും സെയിം ആണ്. അതായത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇനി എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? നോക്കൂ, ഈ സൊല്യൂഷന് 4 വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 3 ആണ്. സോറി, n എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് ആണ് പറയുന്നത്. n ഈക്വൽ ടു 4 ആണ്. റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. എങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടും? ഏതെങ്കിലും ഒരു വേരിയബിളിന് നമുക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കാം. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് എഴുതാം നമുക്ക് ആദ്യം. അപ്പൊ ആർക്കാണ് ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. x1 minus 11x3 equal to 10 ആണ് ആദ്യത്തെ റോയിൽ നിന്ന് കിട്ടുന്ന ഐഡിയ. രണ്ടാമത്തെ എന്താണ്? x2 plus 4x3 equal to -2. x4 equal to 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? put x3 equal to a. a can be any value. x3ക്ക് a കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x1 equal to 10 plus 11a. x2 equal to -2 minus 4a. x3 equal to a. x3 ആണല്ലോ a എന്ന് കൊടുത്തത്. x4 equal to 0. ഇതായിരിക്കും സൊല്യൂഷൻ. ഇൻ പർട്ടിക്കുലർ നിങ്ങൾ എക്ക് പകരം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാല്യൂ വേണമെങ്കിലും എക്ക് കൊടുക്കാം. അപ്പൊ ഒക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. a ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന സൊല്യൂഷൻ ആണ് x1 ഈക്വൽ ടു 10, x2 ഈക്വൽ ടു -2, x3 ഈക്വൽ ടു 0, x4 ഈക്വൽ ടു. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം അത് സൊല്യൂഷൻ ആണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. 10ഉം -2 ആണല്ലോ x1ഉം x2. അപ്പൊ 10 x1 10 കൊടുക്കുക, ഇതിന് -2 കൊടുക്കുക. x3 x4ഉം 0. അപ്പൊ 10 മൈനസ് x2ന് -2 എന്നല്ലേ കൊടുക്കാന്ന് പറഞ്ഞത്? അതെ, x2ന് -2 അല്ല കൊടുക്കാന്നല്ല, x2 -2 എന്ന് കിട്ടും. അപ്പൊ കിട്ടും. അതുപോലെ 10 -6 4 എന്ന് കിട്ടും. അതുപോലെ 20 -10 10 എന്ന് കിട്ടും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ എക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എക്ക് 1 കൊടുക്കാം, എക്ക് 0.1 കൊടുക്കാം, എക്ക് നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. അതാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അവരവിടെ x1 ഈക്വൽ ടു 10 plus 11a,
x2 equal to -2 minus 4a. x3 ക്ക് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. put x3 equal to a. x4 equal to x3 equal to a, x4 equal to 0. അതിനെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സോറി കോളം മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ എഴുതാലോ. നമ്മൾ x ഈക്വൽ ടു കോളം മെട്രിക്സ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡാഷ് ഇത് ട്രാൻസ്പോസ് ആണ്. അപ്പൊ ആദ്യത്തെ 10 + 11 പിന്നെ -2 - 4 പിന്നെ a പിന്നെ is that okay? Yes, sir. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ 5 അൺനോൺസ് ആണുള്ളത്. 1 അപ്പൊ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. 1 1 -2 1 3 1 1 1 -2 എന്തായിരുന്നു 1 3 1 1 3 1 ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് കേട്ടോ എഴുതുന്നത്. അതായത് AH എഴുതുന്നത്. അടുത്ത എന്ത് വരും 2 - 1 2 2 6 2 അടുത്ത് 3 2 -4 -3 -9 3 3 2 -4 -2 sorry -4 -3 -9 3 -3. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ കോളം ഇല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. 1 1 -2 1 3 1 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ. സെക്കൻഡ് റോ R2 is changed to R2 - 2R1. R2 is changed to R2 - 2R1. 0 -3 6 0 0. R3 is changed to R3 - 3R1. 0 -1 2 -6 -18. Okay. This is equivalent to ഇയാളെ 1 ആക്കണം. R2-നെ -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 1 -2 1 3 1 0 1 -2 0 0 0 0 -1 2 -6 -18 0. Then R1 is changed to R1 - R2. ഇയാളെയാണല്ലോ 0 ആക്കണ്ടേ. 1 0 എന്തോ ഫസ്റ്റ് മെട്രിക്സ് ട്രാൻസ്ഫോം ചെയ്തിട്ടേ അതിലെ ലാസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി ട്രാൻസ്ഫോംഡ് മെട്രിക്സിലെ ലാസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി 0 -1 അല്ലല്ലോ -4 അല്ലേ. R3 - 3R1 അല്ലേ. -3 + 2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ വരുള്ളൂ. ഓക്കെ 1 1 ഓക്കെ സർ. ഓക്കെ സോറി സർ. R1 - R2 എന്ന് പറയുമ്പോ 0 0 1 3 1 0 1 -2 0 0 0. R3 is changed to R3 + R2. 0 0 0
-6 -18 0. Then R3യെ ഒരു -1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So -1/6 R3. 1 0 0 1 3 1 0 1 -2 0 0 0 0 0 0 1 3 0. Then ഈ 1ന്റെ കോളത്തിലെല്ലാം 0 ആക്കണം. അപ്പൊ R1ന് ചേഞ്ച് വരുത്തണം. R1 is changed to R1 minus R3. 1 0 0 0 0 1. പിന്നെ വ്യത്യാസമൊന്നുമില്ല. 0 1 -2 0 0 0 0 0 0 1 3. ഇപ്പൊ കാനോനിക്കൽ ഫോമായി റാങ്ക് ഓഫ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്. നമ്മൾ എഴുതിയ ഈ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് എന്നുള്ളതാണ്. അത് 3 ആണ്. ഇനി റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ്, ഈ അവസാനത്തെ കോളം ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി വരുന്ന മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അതും 3 തന്നെയാണ്. അപ്പൊ R എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് n എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ 2 അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും. n-r അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുത്ത് അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് കിട്ടും. എന്തൊക്കെയാണ് സൊല്യൂഷൻസ് നോക്കാം. നമുക്ക് ആദ്യത്തെ അതിൽ നിന്ന് എന്ത് കിട്ടും? x1 = 1. അപ്പൊ അതിൽ ആർബിട്രറി വാല്യൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല. x1 = 1. അടുത്തതിൽ നിന്ന് എന്ത് കിട്ടും? x2 - 2x3 = 0. അതുപോലെ അവസാനത്തിൽ നിന്ന് എന്ത് കിട്ടും? x3 - 3x4 = 0. അപ്പൊ 2 പേർക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കണം. നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം? x3ക്ക് a എന്നും x4ന് b എന്നും കൊടുക്കാം. സോറി, തെറ്റിപ്പോയിട്ടോ. ഞാൻ അവസാനത്തെ എഴുതിയത് x3 - 3x4 എന്നല്ല. എന്താണ് വരിക അവസാനത്തെ? x4 - 3x5 എന്നാണ് വരിക. അപ്പൊ x3ക്ക് a എന്നും x5ന് b എന്നും കൊടുക്കാം. അതായത് a b ഏത് വാല്യൂ വേണമെങ്കിലും ആവാം ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x1 = 1, x2 = 2a, x3 = a, x3 = a എന്നിടത്ത് x2 = 2a എന്നാണ് കിട്ടുക. x4 = 3b, x5 = b. അപ്പൊ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. x = 1 2a a 3b b, where a, b can be any value or any. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അതിനുണ്ട് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ അത്? Yes, sir. ഇവർക്ക് ആ ഉത്തരം തന്നെയല്ലേ കിട്ടിയേക്കുന്നേ? 2 - 2x3 കിട്ടില്ലല്ലോ അല്ലെ? അതെ, x2 = 2a, x3 = a. അല്ലല്ലോ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. -3b. അല്ല, അത് നമ്മുടെയാണോ തെറ്റി അവരുടെയാണോ തെറ്റിയെ? നമ്മുടെ തേർഡ് ഇക്വേഷൻ നമ്മുടെ തേർഡ് ഇക്വേഷൻ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഇത് -3b എന്നാണ് വരിക. ഇപ്പൊ ശരി. x4
പ്ലസ് 3x5 എന്നാണല്ലോ വേണ്ടത്. ഓക്കെ ഫൈൻ. നൗ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമുക്ക് ഇതിനകത്ത് അവർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ് വരിക എന്നുള്ളത് നോക്കാം. 1 1 2 1 5 അല്ലേ? 1 1 2 1 5 1 1 2 5 പിന്നെ 2 3 -1 -2 2 2 3 -1 -2 എന്താ പറഞ്ഞേ? -1 -2 4 5 3 0 എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ, ഇവിടെ എക്സ്പ്ലോറിന്റെ കോഎഫിഷ്യന്റ് ഇല്ല. അപ്പൊ 4 5 3 0 7 4 5 3 0 7. ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഈ എഴുതുന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് 1 1 2 1 5. R2 is changed to R2 minus 2 R1 0 1 -5 -4 -8. R3 is changed to R3 minus 4 R1 0 1 -5 -4 -13. This is R1 is changed to R1 minus R2. So 1 0 7 5 13 0 1 -5 -4 -8. R3 is changed to R3 minus R2. So 0 0 0 0 -5. This is 1 0 7 5 13 0 1 -5 -4 -8. R3 is changed to -1/5 R3 0 0 0 0 1. അപ്പോ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് AH എന്തായിരിക്കും? 3 ആയിരിക്കും. മെട്രിക്സിലുള്ള നോൺ സീറോ റോസിന്റെ എണ്ണം. അതേസമയം റാങ്ക് ഓഫ് A എന്തായിരിക്കും? ആ അവസാനത്തെ കോളം ഒഴിവാക്കി ബാക്കി വരുന്ന മെട്രിക്സിലെ നോൺ സീറോ റോസിന്റെ എണ്ണം നോക്കിയാൽ അത് 2 ആയിരിക്കും. അപ്പൊ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സും റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സും ഈക്വൽ അല്ല. അതുകൊണ്ട് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. തന്നെയല്ലേ അവർക്കും കിട്ടിയേക്കുന്നേ? Is that okay? Yes, sir. ഈ അങ്ങനെ വന്നാൽ നോക്കൂ, ഈ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടുക. ഈ അവസാനത്തെ കോളത്തിൽ അവസാനത്തെ റോയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? 0x1 + 0x2 + 0x3 + 0x4 = 1 വരും. ഒരിക്കലും സംഭവിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ തിയറിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. അതിനെ കുറെ കൂടി ഇങ്ങനെ എഴുതി എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു 4 പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഈ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഒന്ന് വെറുതെ നോക്കാം. വളരെ എളുപ്പമാണ്. അത് അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് നോക്കൂ, ഇതിന്റെ ഓഗ്മെന്റഡ് ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒന്നും അല്ലല്ലോ. ഇത് ജസ്റ്റ് ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇനി ആ സിസ്റ്റത്തിന്റെ ടേംസിലും ഒക്കെ വേണമെങ്കിൽ അത് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് നോക്കിയാൽ 1 -2 1 -3 1 എന്നാണ് വരിക. 1 -2 1 -3 1 അതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് AH. അപ്പൊ അതിന്റെ റാങ്ക്, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓൾറെഡി അത് കാനോനിക്കൽ ഫോമിലാണ്. ഇനി അവസാനത്തെ കോളം ഒഴിവാക്കിയാലും ആ കോഎഫിഷ്യൻ മെട്രിക്സിന്റെ റാങ്കും 1 ആയിരിക്കും. അപ്പൊ R = 1 ആയിരിക്കും. നമ്പർ ഓഫ് അൺനോൺസ് 4 ആയിരിക്കും. നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്, കാരണം x1 x2 x3 x4. അപ്പൊ എത്ര വേരിയബിൾസിന് നമുക്ക് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും? 4 - 1, അതായത് 3. പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താ തന്നിട്ടുള്ളത്? അത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. x1 - 2 x2 + x3 - 3 x4 = 1 എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പുട്ട് 3 പേർക്ക് ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. x2 = b, x3 = a എന്ന് കൊടുക്കും. വാല്യൂ തന്നെ b എന്ന് കൊടുക്കണ്ടല്ലോ. = a, x3 = b, x4 = c. കാരണം n-r അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കണം. അപ്പോ x1 അപ്പൊ എന്ത് വരും? 2a - b + 3c എന്ന് വരും. അപ്പൊ സൊല്യൂഷൻ x എന്ന് പറഞ്ഞാൽ എന്താണ്? 2a - b + 3c a b c എന്ന് വരും. എക്കും ബിക്കും സിക്കും ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അതിന് ഉണ്ട്. x1 = സോറി, ഒരു 1 വിട്ടുപോയിട്ടുണ്ടോ? 1 വിട്ടുപോയി അല്ലേ? എഴുതിപ്പോ +1 എന്ന് കൂടിയുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു 1 ഉണ്ടല്ലോ, അയാളെ മറന്നു. 1 + 2a - b + 3 ആണ് അവരവിടെ എഴുതിയിട്ടുള്ള. Is that okay? Yes, sir. ബാക്കി 3 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഉത്തരമൊക്കെ കിട്ടും. ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് അറിയാനായിട്ട് ആ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പൊ 3 പ്രോബ്ലംസ് നിങ്ങളൊന്ന് നോക്കുക. 3 പേരാണോ ക്ലാസ്സിൽ ആകെ ഉണ്ടായിരുന്നത്? പിന്നെ നമുക്ക് ക്ലാസ് കഴിഞ്ഞായിട്ട് പ്രഖ്യാപിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? R less than n ആവുമ്പോൾ എപ്പോഴും നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. നമ്പർ ഓഫ് R less than n ആവുമ്പോൾ അത് കറക്റ്റ് ആണ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക്. ആരുടെ റാങ്ക്? ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യൻ മെട്രിക്സിന്റെയും റാങ്ക് ഈക്വൽ ആവണം, എന്നാലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യൻ മെട്രിക്സിന്റെയും റാങ്കിനെ R എന്ന് വിളിച്ചാൽ R നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ ചെറുതാണെങ്കിൽ എപ്പോഴും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. n-r അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കേണ്ടി വരും. R greater than n ആവുമ്പോൾ യൂണിക് സൊല്യൂഷൻ അല്ല, R greater than n ആവില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. R ഒരിക്കലും greater than n ആവില്ല. കാരണം n അൺനോൺസ് അല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇതിന് n കോളങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ n കോളങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കോളങ്ങളുള്ള ഒരു മെട്രിക്സിന്റെ റാങ്ക് ഒരിക്കലും n-നേക്കാൾ വലുതാവില്ല. കാരണം n കോളങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഹയസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സിന്റെ ഓർഡർ ആണ്. അപ്പൊ n കോളംസ് 10 കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന് 11 കോളങ്ങളുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് റാങ്ക് ഒരിക്കലും n-നേക്കാൾ വലുതാവില്ല. ഒന്നുകിൽ n ആയിരിക്കും, അല്ലെങ്കിൽ n-നേക്കാൾ കൃത്യം ചെറുതായിരിക്കും. ഓക്കെ. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ. ഓക്കെ. Okay, sir. Thank you.